ഹലോ, എല്ലാ കുട്ടികാർക്കും എൻ്റെ ഡ്രീം ജേണിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ക്യാമറ പോണത് നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലത്ത് കൂടെ തന്നെയാണ് കേട്ടോ. പ്ലാൻ ഹണ്ടിങ് കണ്ട എല്ലാവർക്കും ഈ ഒരു സ്ഥലം കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. നമ്മുടെ ആ ഒരു ഇടവഴിയാണത്. അപ്പോൾ ഈ ഇടവഴി കൂടെ എങ്ങനെയാണ് പോണതെന്നാണ് എല്ലാവരും ചോദിക്കണത് അല്ലേ. എല്ലാ തമ്പനയിൽ കണ്ട് കാര്യം എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നമ്മൾ പോണത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആൻറ്റിയുടെ വീട്ടിലോട്ടാണ്. ഇന്ന് നമ്മുടെ വീഡിയോ പോണത് ഒരു അടിപൊളി പൂന്തോട്ടത്തിലാട്ടോ ഉണ്ടാവും. അതായത് ഇവിടെ ഞങ്ങൾക്ക് എത്തിയിട്ട് കണ്ടിട്ട് ഞങ്ങൾക്ക് തീർന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയാ ആൻസൈറ്റി ഇവിടെ കൂടിയിട്ട് എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ഊഹമില്ല. അത്രക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗാർഡൻ ആണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് ഗാർഡനിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ഗേറ്റിന്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണത്. ഇവിടെ നിന്നാണ് നമ്മുടെ ഗാർഡൻ ഇങ്ങനെ തുടങ്ങണത്. അതായത് തുടങ്ങണ രണ്ട് വശത്തും അപ്പുറത്തും ഉണ്ട്. ഈ ഒരു പ്ലാന്റിനെ പറയുന്നത് ബ്രൈഡൽ ബൊക്കെ എന്നാണ് കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് തഴച്ച് താഴോട്ട് ഇങ്ങനെ ബൊക്കെ ഷേപ്പിൽ ഇങ്ങനെ വരും. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഫയർ റൗണ്ടൊക്കെ കെട്ടിയിട്ട് ഒരു സംഭവം ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ലൊരു രസത്തിൽ ഇങ്ങനെ താഴ്ന്ന് കിടക്കണ പോലെ ഒരു ചെടി ഗ്രൂപ്പ് തന്നെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ ചെടി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇതിനെ കുറിച്ച് അധികം അറിഞ്ഞാൽ നമുക്ക് ചോദിച്ചിട്ട് വേണം പറയാം. ജസ്റ്റ് ഇതിൽ എന്തൊക്കെയോ കായ പോലെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ എന്തായാലും ആദ്യമായിട്ട് കാണുന്ന ചെടിയാണിട്ടത്. എന്തായാലും നല്ല രസമുണ്ട്. ഇങ്ങനെ കുറെ വേര് പോലെ വന്നിട്ട് അതിന് ഇങ്ങനെ കട്ടിയുള്ള ടൈപ്പ് ഇല, പിന്നെ അതിന്റെ അടുത്ത് ഒരു കായ. സംഭവം ഇത് ഓർക്കിഡാട്ടോ. പേര് വെച്ചപ്പോഴാണ് ഇത് ഓർക്കിഡാന്ന് പറഞ്ഞത്. അപ്പൊ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഇതിൽ പൂവ് ഉണ്ടാവണത് എല്ലാ വീട്ടിലും ഒരേ സമയത്തായിരിക്കും. അപ്പൊ ഞങ്ങള് ഗേറ്റിൽ നിന്ന് ഇങ്ങനെ കടന്നു വന്നപ്പോ തന്നെ വേറൊരു സീൻ കണ്ടത് അടിപൊളി പാമ്പാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു കപ്പിൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ കൊതിയായിട്ട് ഞങ്ങള് അതിന്റെ അടുക്ക് ഓണത്തിനൊക്കെ ഒരു ഫോട്ടോ വെച്ചോളം നടത്തുന്നത്. കേട്ടാ ഇത് എന്ത് പാമ്പെന്ന് പറഞ്ഞാ ഇതാണ് റെഡ് മാക്സ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് പാമ്പും പറയുന്നത്. നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ പറഞ്ഞാണ്. അതെന്താണെന്നറിയാമോ, ഞാൻ അങ്ങോട്ട് നീങ്ങി നേരത്തെ ഗൂഗിൾ ലെൻസ് എടുത്ത് നോക്കിയിട്ട് പഠിച്ചു വെച്ചിരിക്കണേ. അല്ലാതെ ഭയങ്കര ഞാനൊന്നുമല്ല കേട്ടോ. ഒരു ABC അറിയാൻ പാടില്ല ചെടിനെ കുറിച്ച്. എന്തായാലും ആ പേരുണ്ട് ലിപ്സ്റ്റിക് പാമ്പ്. ലിപ്സ്റ്റിക് പാമ്പ് പറയും. റെഡ് മാക്സ് പാമ്പാണ്. അപ്പൊ ലിപ്സ്റ്റിക് പാമ്പാണ്. കാരണം ഇതിന്റെ തണ്ടായി കണ്ട നല്ല റെഡ് ആയിട്ട് നിൽപ്പുണ്ട്. അയ്യോ, അത് ഞാൻ തള്ളാൻ വെച്ചാണ്. ഞാൻ പറയാൻ വേണ്ടി വെച്ചാണ്. അത് നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും നല്ല റെഡ് കളറായി, നല്ല റെഡ് കളറാണ്. അത് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. നല്ല രസമാണ്. എല്ലാ ലീഫായാലും നല്ല സെറ്റ് ആയിട്ട് നിൽപ്പുണ്ട്. താഴെയാണ് ഫുൾ റെഡ് കളറായിട്ട്. നമ്മൾ സാധാരണ നോക്കുമ്പോ ഇവിടെ കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ടാവില്ല. ആ ഒരു സംഭവം ഇല്ല കേട്ടാ. അതിന്റെ ഇടയിൽ മാത്രം ഒരു ചെറുത് ഇതുള്ളൂ. ബാക്കി എല്ലാം സെറ്റാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പൊ പാമ്പിന്റെ അവിടെ മുതൽ, അതായത് നമ്മുടെ ഗേറ്റിന്റെ അവിടെ മുതൽ ഇങ്ങനെ നീളത്തിൽ കുറെ ചെടിച്ചട്ടികളിലായിട്ട് ബേബി പ്ലാന്റ്സ് ഒക്കെ റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റീപോർട്ട് ചെയ്ത് വെച്ചേക്കണേൽ കൂടുതലായിട്ട് നമ്മുടെ സിങ്കോണിയം വെറൈറ്റീസ് ആണ് കേട്ടോ. കുറേ ബേബി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ നല്ല രസം ഉണ്ടായിരുന്നു നിൽക്കണാണ്. ശരിക്കും ബേബി പ്ലാന്റ്സിന് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ മാറ്റി സെപ്പറേറ്റ് ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. പിന്നെ ഒരു ചെറിയ ഷെഡ് പോലെ കെട്ടിയിട്ട് അതിലിങ്ങനെ നടുക്കായിട്ട് ആന്തൂറിയം വെറൈറ്റീസ്, അത് മിക്ക കളറും ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ചില കളറൊക്കെ ഞാൻ ആദ്യമായിട്ട് തന്നെ കാണുന്നത്. പിന്നെ സിങ്കോണിയം വെറൈറ്റീസിൻ്റെ ഒക്കെ അറ്റത്തായിട്ട് ബിഗോണിയായും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താഴത്തെല്ലാം ബേബി പ്ലാന്റ്സ്, നടുക്കായിട്ട് ആന്തൂറിയം, അതിൻ്റെ എല്ലാം മുകളിലായിട്ട് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് നമ്മളെ ഗേറ്റിൽ നിന്ന് ഇങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ പോലെ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫേണാണ് കേട്ടോ ഇട്ടേക്കണത്. അപ്പൊ ഇത് ഇവരെ വെച്ചേക്കണതിന്റെ പ്രത്യേകത നോക്കിയേ. ഇത് നമ്മുടെ തേങ്ങയുടെ ആ ഒരു പുറന്തോട് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ചകിരിയാണെന്ന് തോന്നണുള്ളത്. അപ്പൊ നിറച്ചിട്ട് എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഐഡിയ ആണ്. മരമൊക്കെയാണ് നമുക്ക് ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും. നല്ല രസമുണ്ട്. ഈ ഒരു ഫോൺ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നേരിട്ട് ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നല്ല രസമുണ്ട്. തിക്കായിട്ട് നിൽക്കണതാണ്. ഈ ഒരു ചാമ്പമരത്തിലാണ് ഈ ഫോൺസ് ഒക്കെ തൂക്കിയിട്ടേക്കണേ കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ്. നല്ല രസമുണ്ട് ഈ ഒരു കളറാണ്.
ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണ് കാണാൻ നല്ല ഭംഗിയാണ്. അതെന്താ ഞാൻ ഇഷ്ടപ്പെട്ടത് ആദ്യമായിട്ടാണ് അങ്ങനെ. അതാണ് ഏറ്റവും നല്ലതായി. പിന്നെ ഈ ഒരു കളറുണ്ട് മെറൂൺ. അത് നല്ല വെറൈറ്റി കളറാണ്. കോമ്പിനേഷൻ അല്ല, മെറൂൺ കളർ നല്ല രസമുണ്ട്. ഇത് ആദ്യമായിട്ട് കാണണല്ലേ? മെറൂൺ കളർ ഞാൻ കണ്ടിട്ടില്ല, സത്യം കണ്ടിട്ടില്ല. ഇത് മറ്റേ ബിഗോണിയ വെറൈറ്റി ആണെന്ന് വേണ്ട. ഈ ഒരു സംഭവം ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ അടിപൊളിയായിട്ടുണ്ട്. നല്ല എന്താ പറയാ, തിക്കായിട്ട് നിൽക്കുമ്പോ ചെടികൾ എപ്പോഴും വളർത്തുന്നത് ഇതേപോലെ തിക്കായിട്ട് നല്ല കൂട്ടത്തോടെ വളർത്തുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് പ്ലാൻ ഹണ്ടിങ് ഇതേപോലെ അതായത് പ്ലാൻ ഹണ്ടിങ്ങിൽ നമുക്ക് കിട്ടിയായിരുന്നു ഇതിന്റെ വേറൊരു വെറൈറ്റി. അപ്പൊ ഇത് ബിഗോണി ആയിരിക്കാം. ഇത് ബിഗോണിയാണ്. ഇതൊക്കെ അതിന്റെ വെറൈറ്റി ആണെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നല്ല രസം കാണാൻ. അപ്പൊ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണിത്. ഈ ഒരു ചെടി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ആ ഒരു ചെടിക്ക് ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ ആൻറ്റി പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ കുറേ ടേർട്ടിൽ വൈൻസൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തൂണ് പോലത്തെ ഒരു സംഭവത്തിലൊക്കെയാണ് ഈ ഒരു എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു ചെടി വെച്ചേക്കണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പൊ ഇനി നമ്മൾ പോണത് വേറൊരു ലോകത്തോട്ടാണ് കേട്ടോ. നമ്മൾ ഇത്ര കഴിഞ്ഞിട്ടില്ല, അവിടെ സ്റ്റാർട്ടിങ് മാത്രമായിരുന്നു. ഇനി താഴോട്ട് വേറൊരു ലോകമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ പാർക്കിൽ കൊണ്ടുപോയ പോലെ തോന്നുന്നത് ഇത് കണ്ടിട്ട്. സത്യമായിട്ടും സത്യമായിട്ടും അതായത് ഒരു പാർക്കിൽ പണ്ട് നമ്മളിങ്ങനെ അഴിച്ചു വിടും, നമ്മളിങ്ങനെ ആസ്വദിക്കില്ലേ, അതേപോലത്തെ ഒരു ഫീലാണ് ഇപ്പൊ തോന്നുന്നത്. ഈ ഒരു ടോപ്പിൽ നിന്നിട്ട് കാണുന്ന ഒരു വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. അടിപൊളിയല്ലേ ആ ഒരു വ്യൂ. ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് അടീനിയം വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് സമ്മർ സീസണിലല്ലേ ഉണ്ടാവണത്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നന്നായിട്ടത് ഫ്ലവർ ചെയ്ത് നല്ല ഭംഗിയിൽ നിൽക്കുന്നതാണ് ആൻറ്റി പറഞ്ഞത്. ഇപ്പം നമ്മൾ ചെന്ന സമയത്ത് അവിടെ പോകുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ നടപ്പാതെ പോലെ ഇട്ടിട്ടുണ്ട്. അപ്പം നടപ്പാതെ കൂടെ കുറച്ചിങ്ങനെ നടന്നിട്ട് നമ്മൾ അറ്റത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു സീൻ കണ്ടോ. ഈ ഒരു സീൻ ശരിക്കും എനിക്ക് ഭയങ്കര സർപ്രൈസ് ഉണ്ടാകുന്നത്. കാരണം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്തേ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം ഈ വീടിന് ഇവിടെ ഉണ്ടെന്ന് തോന്നൂല. നമ്മൾ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോഴാണ് അയ്യോ ഇവിടെ ഇങ്ങനെ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങോട്ട് കയറിയിട്ട് എന്താ പറയണ്ടേന്നോ ഒന്നും ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ വേറൊരു ഫീല്. ഓരോ സ്ഥലത്തോട്ട് ഇറങ്ങുമ്പോഴും ഓരോ ടൈപ്പ് ഫീലാണ് എനിക്ക് കിട്ടുന്നത്. കുറേ സ്പൈഡർ പ്ലാന്റും ക്രീപ്പേഴ്സും എല്ലാം വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ. ശരിക്കും കേട്ടോ ഈ സമയത്തൊക്കെ എന്താ പറയേണ്ടത് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. കാരണം നമ്മൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറയിൽ കൂടെ അത്രയും പറ്റുമല്ലോ. നമ്മൾ വന്ന് തന്നെ അറിയണ്ടേ. അപ്പം എനിക്ക് എന്താ പറയേണ്ടത് ഇങ്ങനെ അറിയാണ്ടിങ്ങനെ ഒരു ബോധം ഇല്ലാണ്ടിങ്ങനെ നിൽക്കരുത്. ശരിക്കും ആ ഒരു വീടിൻ്റെ ആ ഒരു ഭാഗത്ത് അങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കണം. ചില മൂവികളൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ പോകണം. ചില മൂവിയുടെ സീൻസോ അല്ലെങ്കിൽ നമ്മൾ അവിടെയാണോ നിൽക്കണത് അങ്ങനത്തെ ഒക്കെ ഒരു ഫീല് പോകില്ലേ. ഒരു പാട്ടും കൂടെ ഒക്കെ വെച്ചിട്ട് എനിക്ക് നിൽക്കണമെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു സ്പേസിൽ. അപ്പോൾ സ്ക്വയറായിട്ട് തന്നെ ആ ഒരു ഹൈറ്റിൽ ആ ഒരു ഭാഗം വന്നിട്ട് മുകളിലോട്ടുള്ള നമ്മുടെ ആകാശത്തിലോട്ടുള്ള വ്യൂവും കൂടെ ആയപ്പോൾ അത് അങ്ങോട്ട് പൊളിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്വയർ സ്പേസിൻ്റെ നടുക്കായിട്ടൊരു പോണ്ടും കൂടി ഉണ്ട്. ആ പോണ്ടിലൊരു നീലത്താമര, അതായത് ശരിക്കും ആമ്പലാന്ന് തോന്നുന്നു, പക്ഷേ അതിനെ നീലത്താമര എന്നും കൂടെ പറയുന്നു തോന്നുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് അതിങ്ങനെ അടഞ്ഞു പോവില്ലേ, ആ ഒരു ഇതിൽ നിൽക്കായിരുന്നു. എൻ്റെ ക്യാമറയിലാണെങ്കിൽ അതിൻ്റെ കളർ കറക്റ്റ് നീലയായിട്ടുമല്ല കാണുന്നത്. നീലയല്ല, ഒരു വയലറ്റ് കളറായിരുന്നു. പക്ഷെ എൻ്റെ ഫോണിൽ ചൂടയും കളർ അത് കൂടിയിട്ടുണ്ട് കാണുന്നത്. സംഭവമൊക്കെ ആന്റി സെറ്റ് ചെയ്തത് ഏകദേശം എനിക്ക് തോന്നുന്നു 1983 മുതൽ ആന്റി ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ 83 മുതൽ ഇവിടുത്തെ ആന്റി ഫ്ലവർ ഷോയ്ക്ക് ഒക്കെ പോകുന്നുണ്ട്. അതും ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ട് എല്ലാ തവണയും മുടങ്ങാണ്ട് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ട് അതിന്റെയൊക്കെ ട്രോഫികളൊക്കെ നമുക്ക് കാണാണ്ടാവും. അപ്പോൾ എല്ലാം ഓരോ പ്രാവശ്യം ഓരോതനുസരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഈ ഓരോ ഭാഗവും സെറ്റ് ചെയ്തേക്കുന്നത് ഫ്ലവർ ഷോയ്ക്ക് വേണ്ട ടൈപ്പിലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എന്താ പറയാ വേറൊരു പോണ്ടും എല്ലാം അത് ആ ഒരു ഇതിന് വേണ്ടിട്ട് സെറ്റ് ചെയ്തേക്കാൻ വേണ്ട. അപ്പോൾ ഈ ഒരു സ്പേസിൽ മിഡിലായിട്ടാണ് യൂഫോർബിയ സെറ്റ് ചെയ്തേക്കണേ കേട്ടോ. അതിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. വലുതും ചെറുതായിട്ടുള്ള യൂഫോർബിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. യൂഫോർബിയയുടെ അടിയിലായിട്ട് സെറ്റ് ചെയ്തിരുന്നത് ചെറിയ ചെറിയ ഇലച്ചെടികളുണ്ടല്ലോ, അതൊക്കെയാണ് നന്നായിട്ട് സെറ്റ് ചെയ്തിരുന്നത്.
ഈ കാണുന്ന ഹാങ്ങിങ്സ് ഒക്കെ ഈ ഒരു സ്ക്വയർ സ്പേസിന്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. സിങ്കോണിയവും സ്പൈഡർ പ്ലാന്റ്സും ഒക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഹാങ് ചെയ്തിട്ടേക്കണത് അവിടെ. ഈ ഒരു ലെവലിലായിട്ട് യൂഫോർബിയാസ് ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ക്രോട്ടൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഹാങ്ങിങ് ആയിട്ട് സിങ്കോണിയം ഉണ്ട്, സ്പൈഡർ പ്ലാന്റ് ഉണ്ട്. ഇവിടെ യൂഫോർബിയ വെറൈറ്റീസ് നല്ല ഭംഗിയായിട്ട് ആഴ്ച ഞങ്ങൾ വന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലില്ലി ചെടികളിലൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കണ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പിങ്ക് കളർ ലില്ലീസ് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കോളിയസ് വെറൈറ്റീസ് ഈ അറ്റം മുതൽ അറ്റം വരെ. ഈ ഒരു സംഭവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് മറ്റേ മണി പോത്തോസ് ഇല്ലേ, അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് പതിനഞ്ച് വന്നിട്ട് അതല്ല ബൊഗൈൻ വില്ലയാണ്. ഇതിൽ വൈറ്റ് കളർ പോവാൻ അഗ്ലോണിമ വെറൈറ്റി ആണ്. അഗ്ലോണിമ ഇതിന്റെ എനിക്ക് തോന്നുന്നു ലീഫ് കുറച്ചും കൂടെ ഇങ്ങനെ റെഡ് ആയിട്ട് ഇങ്ങനെ വരും. ആ ഒരു വെറൈറ്റി ആണിത്. ഇനി ഇത് പറഞ്ഞത് വെർട്ടിക്കൽ ഗാർഡനിൽ അപ്പോ പോത്തോസ്, മണി പോത്തോസ് ഉണ്ട്, അഗ്ലോണിമ ഉണ്ട്. അറിയാൻ പാടില്ല, ചോദിച്ചിട്ട് അതും തിക്കായിട്ടിരിക്കുമ്പോ നല്ല ഭംഗിയുണ്ട്. ഹെൽത്തി ആണ്, ഹെൽത്തി ആയിട്ട്. അതെ, ഏറ്റവും ഇതായിട്ട് പറയേണ്ടത് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എല്ലാ പ്ലാന്റും. പിന്നെ വേറൊരു പ്രത്യേകത പറയാനുള്ളത് 100ലധികം കളക്ഷൻ ഉണ്ടായിരുന്നു. 100ലധികം ഓർക്കിഡ് വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇപ്പൊ റിപ്പോർട്ട് ചെയ്തേക്കണാണ് കാണുന്നത്. അപ്പൊ ശരിക്കും ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് കട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തേക്കണാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ? ഇപ്പോഴും കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ ആൻറ്റിക്ക് കിട്ടിയ പ്രൈസുകളാണ് കേട്ടോ. ഫ്ലവർ ഷോയ്ക്ക് 1983 മുതൽ ആൻറ്റി ഫ്ലവർ ഷോയ്ക്ക് ഉണ്ട്. ആ ഒരു വർഷം മുതൽ ഏകദേശം 2 വർഷം മുന്നേ വരെ ആയിട്ട് ആൻറ്റി തുടർച്ചയായിട്ട് ഈ ഫ്ലവർ ഷോയിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. പ്രൈസും കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കിട്ടിയിട്ടുള്ള ട്രോഫികളൊക്കെ വേറെ ഉണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സമ്മതിച്ചു കൊടുക്കണം. നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. നമുക്കെന്ന് വെച്ചാൽ എനിക്കൊക്കെ തിരിച്ച് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രയധികം ട്രോഫികളും സർട്ടിഫിക്കറ്റ്സും ഒക്കെ അതിനുവേണ്ടി കിട്ടാന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് നടക്കണ്ടേ. അതൊക്കെ എന്തായാലും ആൻറ്റിനെയും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന അങ്കിളിനെയും സമ്മതിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. 100ലധികം വെറൈറ്റി ഓർക്കിഡ്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായി എന്നൊക്കെ അറിയുമ്പോഴും അത് ഓരോന്നും ടാഗ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഇടുമെന്ന് പറഞ്ഞപ്പോഴും കേട്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ തീർന്നിട്ടില്ല കേട്ടോ. നമ്മളിത് ഒറ്റ ഭാഗം കാണിച്ചിട്ടുള്ളൂ. ഇനിയും കുറേ ഭാഗങ്ങൾ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ വരാൻ പോണുള്ളൂ. അപ്പോൾ ഓരോ എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ. കട്ടൻ ചായ കുടിച്ച് ഇവിടെ വന്നിരുന്ന് ഈ പൂക്കളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വർത്താനം പറയുമ്പോ എങ്ങും പോണ്ട. ശരിക്കും നമുക്ക് ഈ കൊറോണ സമയത്തൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയാ നമ്മുടെ ജീവിതം ആസ്വദിക്കാം.